ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ കയറിയ കടകളിലൊക്കെ നമുക്കിപ്പോ ചായ കുടിക്കാൻ കയറാം. നമുക്ക് അന്വേഷിക്കാം. സ്ഥലത്തെ പ്രധാന വില്ലന്മാരെയൊക്കെ പരിചയപ്പെടാം. അപ്പൊ ചിലപ്പോ ആ കൂട്ടത്തില് കാണാൻ പറ്റും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വണ്ടിയിൽ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ച ആ മഹാനെ. ചെയ്യിച്ച് ചന്ദ്രബോസ് ആണെങ്കിൽ അവൻ സ്പിരിറ്റ് കൊടുത്തു വിട്ട ഗുണ്ടകൾക്കും അവനേക്കാൾ മിടുക്കാണ്. കള്ളി ഞങ്ങള് പറയുന്ന ഒളിച്ചെന്ന് കേട്ടിട്ട് ഭീഷണിപ്പെടുത്ത ഇവള്. അപ്പൊ പിന്നെ ഇവിടെ നീ വെച്ചേക്കണോ? തല്ലാനല്ല പോണ ഞാൻ, ഇവളെ അങ്ങ് കൊല്ലാനാ. കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്നവളെയൊക്കെ കൂടെ നിർത്താൻ പറ്റില്ല. വാടി ഇവിടെ. ഇങ്ങോട്ട് കേറി വാടി. വാടി ഇങ്ങോട്ട്. ഇനി നീ ഇവിടെ കിടന്നാ മതി. ആരാ നിന്നെ വന്ന് രക്ഷിക്കാൻ പോന്നെന്ന് എനിക്കൊന്ന് അറിയണം. ഈ മൊബൈലാണല്ലോ നിന്റെ ആയുധം. ഇതിന് എന്റെ ഇരിക്കട്ടെ. അവിടെ കിടക്കടി. പ്രതീക്ഷിച്ച പോലല്ലോടി. ഇവനെ ആള് കൊള്ളാലോ. ആ, അവള് വിളിച്ചതേ ശാരദാമ്മയാ. അവക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെ വാ. ഇനി അത് ഇവിടെ നടക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? ഓ, ശ്യാമ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോയപ്പോഴായിരിക്കും. എടേ, നിന്റെ ശബ്ദം നീ വെളി കേൾക്കരുതെന്നാ പറഞ്ഞേ. അമ്മയായിരിക്കും. ഫോണിങ്ങിതാ. രോഹിതേ, കട്ട് ചെയ്തോ? രോഹിതേ, വാതിൽ തുറക്ക്. നിന്നോട് മിണ്ടല്ലെന്നല്ലേ പറഞ്ഞേ. ഇവളെന്തിനാ കട്ടാക്കിയത്? രോഹിതേ, രോഹിതേ, എന്റെ ഫോണിങ്ങിതാ. അമ്മയായിരിക്കും. രോഹിതേ, വീണ്ടും വീണ്ടും കട്ടാക്കുകയാണല്ലോ. എന്തോ കുഴപ്പമുണ്ട്. രോഹിതേ, വാതിൽ തുറക്കാനല്ലേ പറഞ്ഞേ. മിണ്ടടി. ഈശ്വര, അന്ന് ഫ്രൂട്ട്സും കയറ്റി നിങ്ങൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും നമ്മളിപ്പോൾ നിങ്ങൾ പോയ വഴികളിലൂടെ ഒരു തിരിച്ചുപോക്ക് നടത്തുക. എവിടെ വെച്ച് ആ ചതി പറ്റിയെന്ന്, ആരാ അത് ചെയ്തെന്ന് നമ്മുടെ മുന്നിൽ ഒരു വിറ്റ്നസ്സും ഇല്ല. പക്ഷെ ചതി പറ്റി. അതിന്റെ ഉറവിടം നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ.
ഞങ്ങൾ യാത്രയിൽ ഒന്ന് രണ്ടിടത്ത് ചായ കുടിക്കാൻ നിർത്തിയെന്നല്ലാതെ മറ്റൊരു ഭാഗത്തും വണ്ടി നിർത്തിയോ സ്റ്റേ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആ കയറിയ കടകളിലൊക്കെ നമുക്കിപ്പോ ചായ കുടിക്കാൻ കയറാം. നമുക്ക് അന്വേഷിക്കാം. സ്ഥലത്തെ പ്രധാന വില്ലന്മാരെയൊക്കെ പരിചയപ്പെടാം. അപ്പൊ ചിലപ്പോ ആ കൂട്ടത്തിൽ കാണാൻ പറ്റും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വണ്ടിയിൽ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ച ആ മഹാനെ. ചെയ്യിച്ച് ചന്ദ്രബോസ് ആണെങ്കിൽ അവൻ സ്പിരിറ്റ് കൊടുത്തു വിട്ട ഗുണ്ടകൾക്കും അവനേക്കാൾ മിടുക്കാണ്. അല്ലെങ്കിൽ ചന്ദ്രബോസ് ആ പണിക്ക് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അത്ര വേഗത്തിൽ അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ ചില അന്വേഷണ സിനിമകൾ കണ്ടിട്ടില്ലേ? ഈ ശൂന്യതയിൽ നിന്ന് തെളിവുകൾ അവരിലേക്ക് എത്തുന്നത്. അതുപോലെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് പോയി നോക്കാം. ബാക്കിയൊക്കെ ഈശ്വരൻ തീരുമാനിക്കട്ടെ. അന്ന് നിങ്ങൾ പോയപ്പോ കുറെ അധികം നേരം ബ്ലോക്കിൽ പെട്ട് കിടക്കുകയോ ഘോഷയാത്രയോ റാലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും വന്ന് വാഹനം നിർത്തിയിടേണ്ടി വരുന്ന ഒരു അവസ്ഥ? അല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോ. പണി വന്നിരിക്കുന്നത് ആ വഴിക്ക് തന്നെയായിരിക്കും. കാണാത്ത നമുക്കറിയാത്ത ഒരാൾ, രൂപമോ സംസാര രീതിയോ ഒന്നും അറിയില്ല. അയാൾ ഒരു കുറ്റം ചെയ്തു എന്ന് മാത്രമേ അറിയൂ. അയാൾ എവിടെയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് അയാളെ വേണം. അയാളെയും കൊണ്ടേ നമ്മൾ ഇനി മടങ്ങും. എടാ കമല, നമ്മൾ ഈ വഴിയിലൊന്നും നിർത്തിയില്ലല്ലോ. ഇല്ല ശനെ. ഈ ഒരു തീരുമാനം അബദ്ധായി പോവോ? വിഷ്ണുട്ടാ, ലക്ഷ്യത്തിലെത്താൻ എടുക്കുന്ന ശ്രമങ്ങൾ പലതാകാം. അതിൽ തന്നെ 99% പരാജയവും ആവാം. അവശേഷിക്കുന്ന ആ 1% വിജയമെങ്കിൽ ആ 1% എത്താൻ വെറുതെ നമുക്കൊന്ന് ശ്രമിച്ചൂടെ? നമുക്കേതായാലും ഇതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മൾ എടുക്കുന്ന ഈ എഫേർട്ട് അത് വെറുതെ ആവില്ലെന്ന് തന്നെ എന്റെ മനസ്സ് പറയുന്നു. അവിടെ ഞങ്ങളൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് അപചാരിതമായിട്ടൊന്നും സംഭവിച്ചില്ല. ആരും കടയിൽ ഉണ്ടായിരുന്നുമില്ല. ജ്യൂസ് വണ്ടിക്കടുത്ത് നിന്നാ ഞങ്ങൾ കുടിച്ചേ. അത് ശരിയാ. ഇവിടെ വെച്ച് ആരും അങ്ങനെ സംശയം തോന്നുന്ന രീതിക്കൊന്നും വന്നില്ല. ശരി, നമുക്കെന്തായാലും പോവാം. നമ്മൾ ആരെയാണോ തിരക്കുന്നത് അവരെന്തായാലും നമ്മുടെ മുന്നിലേക്ക് തന്നെ വരും. ഉറപ്പാ. ശാലിനെ വിളിക്കും. ആ അമ്മേ, പറ. ശാലിനി, ശ്യാമയുടെ ഫോൺ വന്നിരുന്നു. പക്ഷെ അവള് വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴേക്ക് അവള് ഫോൺ കട്ടാക്കുക. മോളെ എന്തോ കുഴപ്പമുണ്ടടി. അമ്മേ, ഞാനിപ്പോ ഒരു യാത്രയില്ല. അത് ഒരു കുഴപ്പം പിടിച്ച യാത്രയാ.